ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അടിപൊളി വീഡിയോസാണ് കേട്ടോ. ഒരു അടിപൊളി ബ്യൂട്ടി സോപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നതിൻ്റെ വീഡിയോ ആണ്. അത് കടലമാവ് വെച്ചൊരു ബ്യൂട്ടി സോപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കടലമാവ് സോപ്പാണ് കേട്ടോ. അപ്പോൾ കടലമാവിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പണ്ടുള്ളവർ മുഖസൗന്ദര്യം കൂട്ടാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒന്നാണ് കടലമാവും പച്ചമഞ്ഞളും. വളരെയേറെ ഗുണമുള്ള ഒന്നാണ് കടലമാവ്. നമ്മുടെ മുഖം വളരെ സോഫ്റ്റ് ആകാനും നിറം വയ്ക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് നമുക്കൊരു സോപ്പും കൂടി തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായ കടലമാവ് ഞാനൊരു 3 സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊന്നും നമുക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല കട്ടയൊക്കെ ആവും, അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കടലമാവ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുക. അല്ലെങ്കിൽ ചെറിയൊരു തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സോപ്പ് ഭയങ്കര സ്ക്രബിങ് സോപ്പ് പോലെയായി മാറും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഞാനിതൊന്ന് അരിച്ചുകൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒഴിച്ചതും പെട്ടെന്ന് നമ്മുടെ ബൗളിലേക്ക് വീഴുമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല സ്പൂണും കൊണ്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായ സോഫ്റ്റായ സോപ്പ് തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അതൊരു സ്ക്രബിങ് സോപ്പ് പോലെ ആകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്യണേ. ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കടലമാവ് അരിച്ച് വെച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന 2 വിറ്റാമിൻ ഇ ടാബ്ലറ്റാണ്. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ആണെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ വളരെ സോഫ്റ്റ് ആകാൻ സൂപ്പറാണ്. അപ്പോൾ ഇതും കൂടി ഞാൻ 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ അടുത്തതായി ചേർക്കാൻ പോകുന്നത് നമ്മുടെ റോസ് വാട്ടറാണ് കേട്ടോ. നമ്മുടെ റോസ് വാട്ടറും കൂടി ഞാൻ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്മെല്ലിനാവശ്യമായ എസൻഷ്യൽ ഓയിലാണ് ഞാൻ അടുത്തത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് ഒരു 5-6 തുള്ളി ഒറ്റിച്ചു കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് സ്മെല്ല് നല്ലപോലെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ 6 തുള്ളിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് നമുക്കിത് മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടലമാവ് ഇവിടെ മിക്സിങ് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോപ്പ് ബേസാണ്. ഞാൻ ഓൺലൈനിൽ നിന്നിട്ട് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് 1 കിലോ സോപ്പ് ബേസ് വരുത്തിയതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിനകത്തൊന്ന് എടുക്കാം. കൂപ്പണോ, ഗിഫ്റ്റ് വൗച്ചർ, ക്യാഷ് ബാക്ക്. നമുക്കിതാ ഇത് 1 കിലോ സോപ്പ് ബേസാണ്. അപ്പോൾ നമുക്കിത് 1/2 കിലോയിലാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ സോപ്പ് ബേസ് വേണമെങ്കിൽ നമുക്ക് മീഷോയിൽ നിന്ന് ഗ്ലിസറിൻ സോപ്പ് ബേസ് എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അടിപൊളിയാണ് സോപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ സോപ്പ് ബേസാണ് 1/2 കിലോ സോപ്പ് ബേസാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് നമുക്ക് ഈ സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വലിയ പീസായ കുറച്ച് ടൈം കൂടുതലെടുക്കും മെൽട്ടായിക്കിട്ടെ. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് ഗ്യാസും കുറച്ച് ലാഭിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വളരെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് എപ്പോഴും കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ സോപ്പ് ബേസ് എല്ലാം വളരെ ചെറിയ ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, വളരെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് മെൽറ്റ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസൊക്കെ ഒന്ന് കത്തിച്ച് ആ വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആവിയിൽ നിന്ന് ഇത് പെട്ടെന്നൊന്ന് മെൽട്ടായി കിട്ടും. നമുക്ക് 2-3 മിനിറ്റ് മതി നമ്മളുടെ സോപ്പ് ബേസ് ഒന്ന്
മെൽട്ടായി കിട്ടാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആ ഗ്യാസിൽ പാത്രത്തിലൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ഗ്യാസിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നല്ലപോലെ തിളച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് സിമ്മാക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഈ പാത്രം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2-3 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്നൊന്ന് നമുക്ക് മെൽട്ടായി കിട്ടും. അപ്പോൾ മെൽട്ടായി വരട്ടെ. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് ഇവിടെ നല്ലപോലെ തന്നെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കടലമാവ് മിക്സ് ചെയ്തത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതാ നല്ല രീതിയിലൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരുപാടെന്ന് വെച്ചാൽ അതിലിട്ട് ഇളക്കരുത് കേട്ടോ, അതങ്ങനെ പതഞ്ഞ് വരും. അതിനുശേഷം ഞാൻ ഗ്യാസ് ഒന്ന് ഓഫാക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇറക്കാം. അപ്പോൾ നമ്മുടെ കടലമാവ് സോപ്പ് ബേസും കൂടിയൊക്കെ മെൽറ്റ് ചെയ്ത് നമ്മൾ എടുത്ത് നല്ല യെല്ലോ കളറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലേ കളറ് കാണാൻ. അപ്പോൾ നമുക്കിതൊന്ന് നമ്മുടെ മോൾഡിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെല്ലാം ഒന്ന് ഞാൻ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്കൊരു 8 സോപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് പതിയൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് സ്പൂണും കൊണ്ട് വേഗം ഒന്ന് എടുക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്നൊന്ന് കട്ട പിടിക്കും. അപ്പോൾ ഇതാ എല്ലാം ഒന്നൊരു സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെയൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി ക്യൂട്ടി സോപ്പാണ് നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട്. കടലമാവൊക്കെ നമ്മളൊക്കെ മുഖത്തൊക്കെ തേക്കാറുണ്ടല്ലേ. ഞാനൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ, ചെറുതായിരിക്കുമ്പോഴൊക്കെ ഞാനൊക്കെ തേച്ചിട്ടുണ്ട്. ഇപ്പൊക്കെ പ്രായമായി. അപ്പോൾ ഇതേപോലെ ഒരു സോപ്പൊക്കെ തയ്യാറാക്കി കുളിക്കണേ അടിപൊളിയായിരിക്കും. അടിപൊളി ബ്യൂട്ടി സോപ്പാണ്. നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള സോപ്പ്. വലിയ ചിലവൊന്നുമില്ല, വലിയ മുതൽ മുടക്കുമില്ല. നമുക്ക് കടലമാവ് മാത്രം മതി. ഈ പറഞ്ഞ റോസ് വാട്ടർ, വിറ്റാമിൻ ഇ ടാബ്ലറ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അത് ചേർത്ത് കൊടുക്കുന്ന ഒട്ടും നിർബന്ധമില്ല. കയ്യിലുണ്ടെങ്കിൽ മാത്രം, സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ സോപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 6 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇത് 4 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ സെറ്റാവും. പക്ഷെ 2 മണിക്കൂറും കൂടെ നമുക്ക് എക്സ്ട്രാ വെക്കാമെന്ന് മാത്രം. അപ്പോൾ കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആയി നമുക്ക് കിട്ടും. അപ്പോൾ അടിപൊളിയായിരിക്കും നമ്മുടെ സോപ്പ് കാണാൻ. ഇതാ നല്ല എല്ലാ കളറായിട്ട് എന്താ കാണാൻ ഭംഗിയില്ലേ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഒരു 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സോപ്പൊന്ന് നമ്മുടെ മോൾഡിൽ നിന്ന് എടുക്കാം. ഇതങ്ങനെ നമ്മുടെ 6 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പെല്ലാം നല്ല സെറ്റായി നല്ല സ്ട്രോങ് ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ബ്യൂട്ടി സോപ്പാണ് കേട്ടോ. കടലമാവും കൊണ്ട് നല്ലൊരു ബ്യൂട്ടി സോപ്പാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ബ്യൂട്ടി സോപ്പാണ്. ഒരു 100 രൂപ മുതൽ മുടക്കിൽ നമുക്കൊരു 10 സോപ്പാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾക്ക് കുളിക്കാനുള്ള സോപ്പ് നമ്മൾക്ക് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് വില കൊടുത്ത് നമ്മൾ കടയിൽ നിന്നൊക്കെ സോപ്പ് വാങ്ങുന്നതിനേക്കാളും ഒരു 100 രൂപ മുടക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഒരുപാട് സോപ്പ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതേപോലെ ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.